വയ്യാതെ പോയി. അതുങ്ങളോട് ഞാൻ പോണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ പറവിന് പോയതെന്ന് ചിന്തന് നമ്മളാരില്ലായിരുന്നു. നമ്മളെല്ലാം പണിക്ക് പോയത് തന്നെ നിങ്ങൾ പോയി. അതുകൊണ്ട് എനിക്ക് ഒത്തിരി വലിയ സങ്കടം. നമ്മൾ ആകെ വിഷമത്തിൽ തന്നെയാണ്. കാട് ഇവിടെ താമസമില്ല. ആനശല്യം, മൃഗത്തിൻ്റെ ശല്യം, അതുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ബുദ്ധിമുട്ടാണ്. മരണം സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ ഞങ്ങളെ കാര്യങ്ങൾ. ആരും ഈ ആന ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? നമ്മളെ കഴിഞ്ഞ ആഴ്ച നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ആന നിന്നു. നമ്മൾ ഓടിച്ചു. പിന്നെ ആന തിരിഞ്ഞു വന്നു. നമ്മൾ മാറി നിന്നു. പിന്നെ ഇന്നലത്തെ കാര്യം പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പോയി. അതുങ്ങളോട് ഞാൻ പോണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ പറവിന് പോയതെന്ന് ചിന്തന് നമ്മളാരില്ലായിരുന്നു. നമ്മളെല്ലാം പണിക്ക് പോയത് തന്നെ നിങ്ങൾ പോയി. അതുകൊണ്ട് എനിക്ക് ഒത്തിരി വലിയ സങ്കടം. എനിക്ക് ഭയങ്കര വിഷമായി പോയി. അതുകൊണ്ട് ആനേനെ നടിയുന്ന എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. എന്നാലും അവർ പോർട്ടുകാർ വന്നാലും നമ്മളോട് ചോദിക്കും ആനനെ. അവരല്ലെങ്കിൽ പുറത്തിറങ്ങി അങ്ങോട്ടൊന്നും ലൈറ്റ് അടിക്കില്ല. നമ്മളോട് വന്ന് ചോദിക്കും ആന എവിടെയാണ് നിന്ന്, എവിടെയാണ് പോയെന്നത്. നമുക്കിപ്പോൾ അറിയുമോ ആന എവിടെയാണ് നിന്ന് പോയെന്ന്? നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ആനനെ അവരോട് അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് മാറ്റിച്ച് വേറെ ആരെങ്കിലും അറിയുന്നവരാരെങ്കിലും അവർക്ക് എന്തിനും ഇത്ര വലിയ കെട്ടിടമെല്ലാം കെട്ടിക്കൊടുത്തേ. എന്നാൽ പാവങ്ങൾക്ക് അങ്ങ് അതുപോലത്തെ കെട്ടിടമെല്ലാം കെട്ടി തരുവാണെങ്കിൽ പാവങ്ങൾ അവിടെ ഇരിക്കൂലേ? ഈ RRT സംഘത്തെ കൊണ്ട് ഒരു ഗുണമില്ലേ? ഇല്ല, ഒരു ഗുണമില്ല. ഒരേക്കർ സ്ഥലത്ത് അന്നൊന്ന് മാത്രമേ വിറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ കൊത്തിപ്പറിച്ചുണ്ടാക്കിയത്. ഇതൊന്ന് തിന്നാനും പിടിക്കാനൊന്നും ആന വിടൂല. ഇവിടെ വരെ ആന, വീടിൻ്റെ മുറ്റം വരെ ആന വരും. അറിയോ? പിന്നെ അങ്ങനെ നമ്മൾ ജീവിക്കുക. ഇന്നലെ ഈ കൊല്ലപ്പെട്ട ആളുകൾ നിങ്ങൾ അറിയാവുന്ന ആളുകളല്ലേ? നമ്മളെ അച്ഛനും അമ്മയാണ്. ഞങ്ങളെ അച്ഛനും അമ്മയാണ്. എന്റെ ഭർത്താവ് ഇത് എന്റെ അച്ഛനും അമ്മയാണ് ഞങ്ങളെ. അതെയോ? സ്വന്തം എന്റെ അച്ഛനും അമ്മയത്. എന്റെ അച്ഛനും അമ്മയത്. അത് ഒരാങ്ങളിന് അവിടെ നിപ്പുണ്ട്, ഒരാങ്ങളിന് അവിടെ ഉണ്ട്. 4 പേരുണ്ട് അച്ഛനും അമ്മയ്ക്കും. ഞങ്ങൾ 4 മക്കൾ, ഒരു പെണ്ണും 3 ആണും. ഇന്നലെയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അവരിന്നലെ അവരെ വീടങ്ങ് അക്കര. അതുങ്ങൾ വിറകിന് വന്നതാ. ഞാൻ പറഞ്ഞതാ പോകണ്ടെന്ന്. ആനയുണ്ട്, 10-15 ആനയുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ആനയല്ല പോയിക്കൊള്ളുന്നു. ആന നിൽക്കുന്നത് അതുങ്ങൾ കണ്ടിച്ചില്ല. ആന തിരിഞ്ഞു വന്നതാ. അതുങ്ങൾ ഓടിയല്ല നോക്കി. നമുക്കങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റൂലല്ലോ. മോളെ കുട്ടിയായിപ്പോയി കയ്യിൽ. അതുകൊണ്ടാണ് പോകാൻ പറ്റാന്ന്. രാത്രിക്കൊന്നും കാണാൻ ആരും വിട്ടിച്ചില്ല. ഞാൻ പറഞ്ഞൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വരെ ആൾക്കാരും അങ്ങോട്ട് കടക്കാൻ വിട്ടിച്ചില്ല.